ഇനി പാലക്കാട് നഗരസഭയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നഗരസഭയിൽ കൗൺസിൽ യോഗം മുടങ്ങുന്നത് അങ്ങനെ ഒരു പുതുമയുള്ള കാര്യമല്ല. എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി വലിയ ബഹളത്തിന് ഇടം വയ്ക്കാറുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് നഗരസഭ. പക്ഷെ കഴിഞ്ഞ ദിവസം നഗരസഭയ്ക്ക് പുറത്ത് ചേർന്ന ഒരു സമാന്തര കൗൺസിലും അലസിപ്പിരിഞ്ഞു. അത് ഒറിജിനൽ കൗൺസിൽ യോഗമായിരുന്നില്ല, UDFന്റെ പ്രതിഷേധമായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഒരേ രാഷ്ട്രീയ മുന്നണിയിലുള്ളവരാണ് ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്, അതും നഗരസഭയുടെ മുന്നിൽ വച്ച് ഒരു ഉളുപ്പുമില്ലാതെ. ഇങ്ങനെയൊന്നും ചിന്തിച്ച് കാട് കയറേണ്ട, സംഗതി പ്രതിഷേധമാണ്. കഴിഞ്ഞ കുറച്ച് കൗൺസിലുകൾ നിരന്തരം അടിയിലാണ് കലാശിക്കാറ്. നഗരസഭയിലെ കൗൺസിൽ യോഗങ്ങൾ വേഗത്തിൽ അവസാനിച്ച് ചർച്ചയില്ലാതെ അജണ്ട പാസാക്കുന്നു എന്നാരോപിച്ചാണ് ഈ പ്രതിഷേധം. പ്രതിഷേധത്തിനായി മാത്രം അല്പനേരം ചില പ്രതിപക്ഷ കൗൺസിലർമാർ ഭരണപക്ഷത്തായി. പ്രതിപക്ഷമില്ലെങ്കിലും ഭരണപക്ഷമെല്ലാം പാസ്സാക്കുമെന്ന ഒരൊറ്റ ധൈര്യത്താലാണ് അവർ കയറി വരുന്നത് തന്നെ. വരുമ്പോഴേ തന്നെ നിങ്ങളുടെ യാതൊരു ആവശ്യമില്ല, ഞങ്ങൾക്ക് ഭരിക്കാനും അറിയാം, ഞങ്ങൾക്ക് പാസ്സാക്കാനും അറിയാം എന്ന രീതിയിലാണ് അവർ കയറി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ലൈഫ് പദ്ധതിയിൽ ഇതേവരെ 2025 വരെ ഒരാൾക്ക് പോലും 1 സെന്റ് ഭൂമി പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയെല്ലാം മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും വിഷയത്തിൽ UDF പ്രതിഷേധമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓൾ പാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിപ്പോകുന്ന ഒരു ചെയർപേഴ്സണാണ് പാലക്കാട് നഗരസഭയ്ക്കകത്തുള്ളത്. ഒരു ആവശ്യം പോലും, ഒരു വാക്കുകളോ ഒരു പ്രതിഷേധങ്ങളോ പ്രതിപക്ഷത്തെ കൊണ്ട് പറയിപ്പിക്കാൻ ഇവർ അയക്കില്ല. ഇവിടെ എന്ത് പറഞ്ഞാലും ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് പ്രതിപക്ഷത്തെ ഇരുത്തുക എന്നുള്ളതാണ് ആരിന്റെ റോള്. 9 കൊല്ലമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൗൺസിലർ മിനി ബാബു സമാന്തര കൗൺസിലിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ചു. കൗൺസിലായാലും ശരി, സമാന്തര കൗൺസിലായാലും ശരി, പാലക്കാട് നഗരസഭയിൽ ചേർന്നാൽ പിന്നെ അടിയോടടി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.